ആഖ്യ, ആഖ്യാതം ഇവ എന്താണെന്ന് പരിശോധിച്ചാലോ? ഒരു ഭാഷയുടെ വ്യാകരണം എന്നത് പദവാക്യങ്ങളെ സംബന്ധിച്ച നിയമങ്ങളുടെ ആകെ തുകയാണ്. വാക്യഘടനയുടെ കാര്യത്തിലുള്ളതിനേക്കാൾ ദൃഢമായ നിയമങ്ങളാണ് ഏതു ഭാഷയിലും പദപക്ഷത്തിലുള്ളത്. വാക്യഘടനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന് ആഖ്യയും മറ്റേത് ആഖ്യാതവും. ഇതിന് ഉദ്ദേശമെന്നും വിധേയമെന്നും മറ്റു പേരുകൾ കൂടിയുണ്ട്. അപ്പം ആഖ്യ എന്താണെന്ന് നോക്കാം. വാക്യത്തിൽ ആരെപ്പറ്റി പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നുവോ അതാണ് ആഖ്യ. വാക്യത്തിൽ ആരെപ്പറ്റി പറയുന്നുവോ അല്ലെങ്കിൽ എന്തിനെപ്പറ്റി പറയുന്നുവോ അതിന് പറയുന്ന പേരെന്താണ്? ആഖ്യ. നാമമോ സർവനാമമോ നാമവാക്യമോ ആഖ്യയായി വരാം. കർത്താവും കർത്താവിൻ്റെ പരിച്ഛേദവും കൂടിച്ചേർന്ന വാക്യാംഗമാണ് ആഖ്യ. അപ്പം റോബിൻ ഉറങ്ങി, ഇതിൽ റോബിൻ എന്നത് ആഖ്യയാണ്. മിടുക്കനായ റോബിൻ ഉറങ്ങി, ഇവിടെ മിടുക്കനായ റോബിൻ ആഖ്യ. ആഖ്യ നാമപദ സംഹിതയാണ്. ഇനി ആഖ്യാതം. ആഖ്യയെപ്പറ്റി എന്തു പറയുന്നുവോ അതാണ് ആഖ്യാതം. ക്രിയാപദവും പരിച്ഛേദങ്ങളും ചേർന്നതാണ് ഇത്. മുറ്റുവിനയാണ് ആഖ്യാതം. ഇപ്പം ക്രിയാപദ സംഹിതയാണ് ആഖ്യാതം എന്നും പറയാം. ഇപ്പം ഉദാഹരണം നോക്കാം. റോബിൻ ഉറങ്ങി. ഈ വാക്യത്തിൽ ഉറങ്ങി എന്നതാണ് ആഖ്യാതം. റോബിൻ നന്നായി ഉറങ്ങി, ഇവിടെ ആഖ്യാതം ഉറങ്ങിയാണ്.